അധ്യായം 9. വരുണിന്റെ കാർ ഡാർക്ക് ടൗൺ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു. റോഡ് മുഴുവൻ തനിക്ക് വേണ്ടി മാത്രമാണെന്ന മട്ടിൽ അവരാരെയും ഗൗനിച്ചില്ല. വഴിയിൽ വരുന്ന എല്ലാ സിഗ്നലുകളും തെറ്റിച്ചുകൊണ്ട് വരുൺ തന്നെ അമലിനോട് കാർ ഓടിക്കാൻ കൽപ്പിച്ചു. എന്നാൽ വരുൺ ഭാവഭേദമില്ലാതെ ഇരുന്നു. സഞ്ജു നിസ്സഹായനായി അമലിനെ നോക്കി. കാറിന്റെ സീറ്റിലും സൈഡ് ക്ലിപ്പിലും മുറുകെ പിടിച്ച് സഞ്ജു മനസ്സിൽ പറഞ്ഞു, എന്റെ ജീവനെടുത്തിട്ട് ഈ ഭ്രാന്തം നിർത്തുമെന്ന് തോന്നുന്നു. ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന പോലെയാണല്ലോ കാറ് പോകുന്നത്. ശരിയാ, കീർത്തിയെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. എന്നാൽ ഇങ്ങനെ പോയ കീർത്തിയെ രക്ഷിക്കുന്നതിന് മുൻപേ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദൈവമേ, ജീവിതം ആസ്വദിച്ച് മതിയായില്ല. സോ ചാവാതെ നീ തന്നെ കാത്തോളണേ. മനസ്സിൽ പറഞ്ഞുകൊണ്ട് സഞ്ജു കണ്ണുകൾ അടച്ച് മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ. അപ്പോഴാണ് സഞ്ജു ഒരു കാര്യം മനസ്സിലാക്കിയത്. അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് റിയർ വ്യൂ മിററിലൂടെ നോക്കി. അവിടെ വരുൺ ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. വരുണിന്റെ അത്തരം ഭാവം കണ്ട സഞ്ജു പരിഭ്രാന്തനായി വേഗം നിവർന്നിരുന്നു. മറ്റൊരിടത്ത് ഒരു ശൂന്യമായ ഇരുണ്ട മുറി. അതിൽ കനത്ത നിശബ്ദത നിലനിന്നിരുന്നു. ആ മുറിയിൽ തറയിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ടായിരുന്നു. അവൾ മറ്റാരുമല്ല, കീർത്തിയായിരുന്നു. കീർത്തി കണ്ണുകൾ മെല്ലെ തുറന്നു. അവൾ ഞെട്ടി ചുറ്റും നോക്കാൻ തുടങ്ങി. ഒരു വലിയ ആളൊഴിഞ്ഞ മുറിയിൽ അവൾ ഇരിക്കുന്നതും അവളുടെ കൈകൾ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതും കണ്ടു. അവിടെ ഒരു വിൻഡോയിൽ നിന്ന് ഒരു നേരിയ വെളിച്ചം മുന്നിലെ ഭിത്തിയിൽ തൂക്കിയിരുന്ന ചുറ്റികയിലും കഠാരയിലും പതിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഭയന്ന് ആകെ വിയർപ്പിൽ നനഞ്ഞ കീർത്തി അവളുടെ കൈ കെട്ടിയ കയറിൽ നിന്ന് വിടുവിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ടാക്സിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന താൻ ഇപ്പോൾ അജ്ഞാതമായ ഒരു സ്ഥലത്ത് തടവിലാണെന്ന് അവൾ ഓർത്തു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? എന്നാൽ ഇത്ര ഡേഞ്ചറസ് ആയ വരുൺ കിഷോറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യമുള്ള ആരാ ഈ ടൗണിലുള്ളത്? അയാൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ കിട്ടിയത്? കീർത്തി ദേഷ്യത്തോടെ സ്വയം ചോദിക്കുകയായിരുന്നു. നടന്നത് എന്താണെന്ന് അവൾ ഓർക്കാൻ ശ്രമിച്ചു. ഡ്രൈവർ മറ്റൊരു വഴിയിൽ പോയപ്പോൾ കീർത്തിക്ക് അപകടം മണത്തു. എമർജൻസി കോൾ വിളിക്കുന്നതിനിടെ അവൾ ബോധരഹിതയായി. ചിന്തിക്കുന്നതിനിടയിലും അവൾ ആ കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വളരെ ദുർബലമായിട്ടായിരുന്നു അവളെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരുടെ പണിയാണെന്ന് തോന്നുന്നത്. ലൈഫിൽ അവന്റെ ആദ്യത്തെ തട്ടിക്കൊണ്ടുപോലായിരിക്കും. അതുകൊണ്ടാവും അവൻ എന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. മണ്ടൻ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ കഴുതെ കണ്ടെത്തി മണ്ടക്കടിക്കണം. കുറച്ചു നേരത്തെ പോരാട്ടത്തിന് ശേഷം കീർത്തി കയറിന്റെ കെട്ടിൽ നിന്ന് സ്വയം മോചിതയായി. അപ്പോഴേക്കും ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അവിടെ നിന്ന് വാതിലിനടുത്തേക്ക് ഓടിയ അവൾ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നതായി കണ്ടു. കീർത്തിക്ക് നിരാശയായി. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് അവൾ കരുതി. ഒരു വഴിക്കായി അവളുടെ കണ്ണുകൾ നാലുപാടും പരതി. അവിടെയുള്ള സ്ലൈഡിംഗ് വിൻഡോ കണ്ടു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ജനലിൽ നിന്ന് അകത്തേക്ക് വരുന്ന വെളിച്ചം പ്രതീക്ഷയുടെ കിരണമാണെന്ന് അവൾക്ക് തോന്നി. പുറത്തിറങ്ങാൻ വേണ്ടി കീർത്തി വേഗം ജനലിനടുത്തേക്ക് ഓടി. പക്ഷേ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ വീണ്ടും നിരാശയായി. ഇപ്പോ അവൾ നിൽക്കുന്നത് 3-ാം നിലയിലായിരുന്നു. ജനലിന് പുറത്തുള്ള കാഴ്ച കണ്ടപ്പോൾ തന്നെ ആരാണ് അവളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി. പുറത്ത് കണ്ടെയ്നറുകളും ലോറികളും മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. കണ്ടിട്ട് ഏതോ പോർട്ട് ഏരിയ പോലെ തോന്നി. ഇതേതാ സ്ഥലം? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഇവിടെയാണ് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. എന്തൊക്കെയോ പിറുപിറുത്ത് കീർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ടെയ്നറിലുള്ളവരിലേക്ക് പതിഞ്ഞു. ആ യൂണിഫോം, പിന്നെ കണ്ടെയ്നറിന് മുകളിലുള്ള നെയിം ബോർഡ്. എന്താ? അക്ഷയ ഗ്രൂപ്പ്. അവിടുത്തെ നമ്പർ 1 ഷിപ്പിംഗ് കമ്പനിയായ അക്ഷയ ഗ്രൂപ്പിന്റേതാണ് സ്ഥലമെന്ന് ആളുകളെ കണ്ടപ്പോൾ തന്നെ കീർത്തിക്ക് മനസ്സിലായി. എന്നാലും ഇവരെന്തിനാ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? കീർത്തി മനസ്സിൽ വിചാരിച്ചു. മനസ്സിൽ ഇതെല്ലാം ഉത്തരം കിട്ടാതെ പ്രശ്നോത്തരി നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് പ്രധാനം. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് സുരക്ഷിതമായി പുറത്തിറങ്ങാനുള്ള വഴികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവളുടെ ഭാഗ്യം കൊണ്ട് ജനലിനോട് ചേർന്ന് ഒരു മെറ്റൽ പൈപ്പ് ലൈൻ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ പൈപ്പ് ലൈനിൽ പിടിച്ച് താഴെ ഇറങ്ങാൻ ഉറപ്പിച്ചു. കരാട്ടെ പഠിച്ചതുകൊണ്ട് എല്ലാവിധ പരിശീലനവും ഫിസിക്കൽ സ്ട്രെങ്തും നന്നായി അവൾക്കുണ്ടായിരുന്നല്ലോ. എന്നാൽ അവളുടെ ജീവിത പ്രശ്നങ്ങൾ കാരണം അവൾക്കൊരിക്കലും ഈ കഴിവ് വേണ്ട വിധത്തിൽ പരിപോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അവൾക്ക് തന്റെ രക്ഷയ്ക്ക് ഈ കഴിവ് ഉപയോഗിക്കേണ്ടി വന്നു. കീർത്തി പതിയെ ജനൽ വഴി പൈപ്പ് ലൈനിലേക്ക് പിടിച്ചിറങ്ങി തുടങ്ങി.
താഴെ നിന്ന് ആരെങ്കിലും കാണുമോ എന്ന ഭയം മാത്രമായിരുന്നു അവൾക്ക്. പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് ആരോ കയറുന്നതായി തോന്നി. അവൾ തലയുയർത്തി നോക്കി. ബ്ലാക്ക് ഡ്രസ് ധരിച്ച ഒരാൾ ജനാലയിൽ നിന്ന് തന്നെ നോക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു, ഹേയ് കുട്ടി, എന്താ ഈ കാണിക്കുന്നേ? അവിടെ നിൽക്കൂ. അയാളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കീർത്തി ഭയന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ ഏകദേശം താഴേക്ക് എത്തിയിരുന്നു. എന്നാലും ആ മനുഷ്യന്റെ ശബ്ദം കേട്ട് അയാളുടെ കൂട്ടാളികൾ അവിടെ തടിച്ചുകൂടുമോ എന്ന് അവൾ ഭയപ്പെട്ടു. തറ ഇപ്പോൾ അവളിൽ നിന്ന് കുറച്ചു മാത്രം അകലെയായിരുന്നു. സമയം കളയാതെ കീർത്തി വേഗം ചാടിയിറങ്ങി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കീർത്തി മുന്നോട്ട് ഓടുന്നതിനിടെ കറുത്ത വസ്ത്രം ധരിച്ച 2 പേർ അവളെ പിന്തുടരുന്നത് കണ്ടു. കീർത്തി ഒന്നും നോക്കാതെ മുന്നോട്ട് ഓടുകയായിരുന്നു. എന്റെ കൃഷ്ണ, ഈ പിശാചുക്കളുടെ കൈ പെടാതെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഞാൻ നിന്റെ അമ്പലത്തിലെ പാൽപ്പായസം കഴിപ്പിച്ചോളാമേ. എന്നെ ഇത്രയും പെട്ടെന്ന് എന്റെ രാക്ഷസന്റെ അടുത്തേക്ക് എത്തിക്കണേ. കീർത്തി ആ സ്ഥലത്തിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ആ ബിൽഡിങ്ങിൽ നിന്നും വളരെ അകലേക്ക് പോകണം, രക്ഷപ്പെടണം. വരുണും കൂട്ടരും ഡാർക്ക് സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തി. വരുണിന് അവിടെ എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായ അറിവുണ്ടായിരുന്നു. അവൻ നേരെ ഒരു വലിയ റൂമിലേക്ക് കയറി. അവിടെ സിംഹാസനം പോലെയുള്ള ഇരിപ്പിടത്തിൽ വളരെ ആഠ്യത്വം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ രാജാവിനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബോഡി ഗാർഡ്സ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. വരുൺ ദേഷ്യം കൊണ്ട് ശരിക്കും ഒരു പൈശാചിക രൂപത്തിലായിരുന്നു. അവന്റെ കണ്ണുകളിൽ രക്തം ഇരച്ചു കയറുന്നത് കാണാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് പോലും അവനെ കണ്ട് ഭയന്നു പോയിരുന്നു. ഏത് നിമിഷവും അവൻ ആക്രമിക്കുമെന്ന് അവർ ഭയന്നു. എല്ലാവരും തോക്കുകൾ ഉയർത്തി നിന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന അവസ്ഥ. തന്റെ ആളുകൾ ഇങ്ങനെ പരിഭ്രാന്തരാകുന്നത് കണ്ട് ആ വൃദ്ധൻ പറഞ്ഞു, Put your gun down, idiots. അവൻ എന്റെ കൊച്ചുമകനാ. അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വൃദ്ധന്റെ വാക്കുകൾ കേട്ട് ഗാർഡ്സ് എല്ലാം ആശ്വാസത്തിൽ തോക്ക് താഴ്ത്തി നിന്നു. വരുൺ അയാളുടെ നേരെ നടന്നു വന്നു. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. അവരുടെ ആ നിൽപ്പ് യുദ്ധക്കളത്തിലെ 2 പോരാളികളെ പോലെ തോന്നിച്ചു. ആ വൃദ്ധൻ പ്രത്യേക ആക്ഷനോടെ പറഞ്ഞു, അവള് നിന്റെ അടുത്ത് നിന്ന് കുറച്ചു നേരം വിട്ടു നിന്നപ്പോഴേക്കും നീ ആകെ മാറിപ്പോയല്ലോ. ആഹാ, നിന്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇമോഷൻസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ. അതായിരിക്കും അവളെയും തിരഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും എന്റെ കൊച്ചുമോനിൽ അവൾ എന്തൊക്കെയോ മായാജാലം കാണിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. നിന്റെ ഈ മാറ്റങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോ അവള് നേരിട്ട് കണ്ടൊന്ന് പരിചയപ്പെടണം. എങ്ങനെ ആ കൊച്ചു പെണ്ണ് നിന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കുന്നതെന്ന് നേരിലൊന്ന് കാണണം. വരുണിന്റെ മുത്തച്ഛൻ ഇത് പറയുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വരുണിൽ യാതൊരു മാറ്റവും കണ്ടില്ല. അവന്റെ ദേഷ്യം തെല്ലും കുറഞ്ഞിരുന്നില്ല. അയാൾ പറയുന്നത് ശ്രദ്ധിക്കാതെ അവൻ ചോദിച്ചു, കീർത്തി എവിടെ? നീ പേടിക്കണ്ട, അവള് സേഫാ. വെറുതെ അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ ഞാൻ കൊണ്ടുവന്നേ. എന്തായാലും സമ്മതിക്കാതെ വയ്യ. എന്റെ കൊച്ചുമകൾ അതിസുന്ദരി തന്നെ. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ അവളിൽ വീണുപോയത്. ഇത് പറയുമ്പോഴൊക്കെ അയാൾ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഗാർഡ്സ്, അവളുടെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോ. ഇവനെ ഇങ്ങനെ നിർത്തിയാൽ ചിലപ്പോ ഇവിടെ കൊലപാതകം നടക്കും. മുത്തച്ഛൻ വരുണിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്തു. ഗാർഡ്സ് അവനെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അവരുടെ പിന്നാലെ പോകാൻ നിന്ന സഞ്ജുവിനെ മുത്തച്ഛൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എങ്ങോട്ടാ ഈ തള്ളിക്കേറി പോകുന്നേ? ഇവിടെ നിൽക്ക്. അവര് ഭാര്യയും ഭർത്താവും വിരഹവേദന പങ്കുവെക്കുന്നതിനിടയിൽ ഒരു കട്ടുറുമ്പായിട്ട് നീ വേണ്ട. അവര് തമ്മിലുള്ള ബന്ധം ദൃഢമാവണമെങ്കിൽ പരസ്പരം ഫീലിങ്സ് പങ്കുവെക്കാൻ കഴിയണം. നീ പോയാ ഇതിനൊന്നും പറ്റില്ല. ഇതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പെട്ടെന്ന് അപ്പൂപ്പനാവും. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിൽക്ക്. വരുണിന്റെ കൂടെ നടക്കാൻ നിന്റെ ജീവിതകാലം മുഴുവനുണ്ട്. സഞ്ജു, നിനക്ക് എന്ത് തോന്നുന്നു? അവര് 2 പേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങാറായോ? അവരില് എനിക്കൊരു പേരക്കുഞ്ഞിന് ഉടനെ കിട്ടുവോ? മുത്തച്ഛൻ പറയുന്നത് കേട്ട് സഞ്ജു മനസ്സിൽ പറഞ്ഞു തുടങ്ങി, ഓ എന്റെ കള്ളക്കിളവാ. ഞാനിപ്പോ അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ വരുൺ കീർത്തിയെ കാണുമ്പോഴുള്ള അവന്റെ മുഖഭാവങ്ങൾ കാണേണ്ടതായിരുന്നു. ഛേ, മിസ്സായി. ഞാൻ എന്താ വിചാരിച്ചത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ സംഭവിക്കുന്നത്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ മനുഷ്യ. ആ കാഴ്ച മിസ്സാക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണോ? പ്ലീസ്.
എന്നെ ഒന്ന് വിട്ടൂടെ? സഞ്ജു തിരിഞ്ഞു മുത്തശ്ശന് നേരെ നോക്കി. കുറച്ചു നിമിഷങ്ങൾ ഇരുവരും പരസ്പരം നോക്കി. എന്നിട്ട് സഞ്ജു മുത്തശ്ശനോട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എല്ലാം നടക്കും, സമയാവുമ്പോ എല്ലാം നടക്കും. മുത്തച്ഛൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, ആ, നീ പറഞ്ഞത് ശരിയാ. എന്റെ വരുണിന് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിക്കാൻ പോകുന്ന പെൺകുട്ടിയാ കീർത്തി. അവള് ശരിക്കും വളരെ സുന്ദരിയാ, ബുദ്ധിമതി. വരുണിന്റെ മുത്തശ്ശനായി കണ്ട് പരിചയപ്പെടാൻ കാത്തിരിക്കുക ഞാൻ അവളെ. അതും പറഞ്ഞ് മുത്തശ്ശൻ എന്തോ സ്വപ്നം കാണുന്നത് പോലെ ചിരിച്ചു. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇങ്ങനൊരു പരിപാടി വേണമായിരുന്നോ? ഇതല്പം കടന്നു കൈ ആയില്ലേ? കീർത്തിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പാവം പേടിച്ചു കാണും. വരുണിന് അങ്ങനെയൊന്നും എന്നോട് ദേഷ്യം തോന്നില്ല. നിനക്കത് നന്നായിട്ട് അറിയാം. ഇതിന്റെ പേരിൽ എന്നോട് ദേഷ്യം വന്നാ ഞാൻ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. കാരണം അവന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് മാത്രം എനിക്ക് വിഷമമുണ്ടായിരുന്നത്. അവന്റെ ജീവിതത്തിൽ വല്ല തെറ്റായ പെൺകുട്ടിയും വന്നാലോ, അവനെ മുതലെടുത്താലോ എന്നൊക്കെ ആശങ്കയിലായിരുന്നു ഞാൻ. അവനെയും അവന്റെ സമ്പത്തിനെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു നല്ല പെൺകുട്ടിക്കേ അറിയൂ. കീർത്തി ശരിക്കും നല്ലൊരു പെൺകുട്ടിയാണ്. ഇനി ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ വരുണിൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ഒന്ന് കളിപ്പിക്കണം. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം. മുത്തശ്ശൻ പറയുന്നത് കേട്ട് സഞ്ജു ഒരു പുരികമുയർത്തി മുത്തച്ഛന്റെ നേരെ നോക്കി മനസ്സിൽ പറഞ്ഞു, ഒരു പെൺകുട്ടിയും വരുണിനെ മുതലെടുക്കരുതെന്നോ? അവനെപ്പറ്റി ഇയാൾക്ക് നല്ല തെറ്റിദ്ധാരണയുണ്ട്. മുത്തച്ഛന് വരുണിനെ ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. അവനെ പറ്റിക്കാനും മുതലെടുക്കാനും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. പിന്നെയാണ് ഒരു പെണ്ണ്. ഇങ്ങനെ ചിന്തിച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് സഞ്ജു മുത്തച്ഛന്റെ നേരെ തിരിഞ്ഞു നോക്കി. സഞ്ജുവിന്റെ അസ്വസ്ഥത കണ്ട് മുത്തച്ഛൻ പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിനക്ക് വരുണിന്റെ ഭാവങ്ങൾ കാണാൻ പോകണ്ടേ? ഞാൻ കാരണം അത് മിസ്സാക്കണ്ട. വേഗം പോയിക്കോ. സഞ്ജുവിന്റെ ജിജ്ഞാസ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മുത്തശ്ശൻ അവനോട് അങ്ങനെ പറഞ്ഞത്. അവിടെ നിന്ന് പോകുമ്പോൾ സഞ്ജു മനസ്സിൽ ചിന്തിച്ചു, ഈ മുത്തച്ഛനും ചെറുമകനും ഒരുപോലെ തന്നെ. രണ്ടുപേരും ഒറ്റ നോട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതെല്ലാം കണ്ടെത്തും. എന്നാലോ അറിഞ്ഞതായിട്ട് ഭാവിക്കേ ഇല്ല. സഞ്ജു പോകാനുള്ള അനുവാദം കിട്ടിയതും ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗതയിൽ വരുണിന്റെ അടുത്തേക്ക് ഓടി. അവന്റെ ഉള്ളിൽ അവിടെ എന്താണ് നടന്നതെന്നറിയാനുള്ള വ്യഗ്രതയായിരുന്നു. കീർത്തി അവിടെ നിന്ന് പോയെന്ന് വരുൺ അറിയുമ്പോൾ എന്ത് സംഭവിക്കും? കീർത്തി ഇപ്പോൾ എവിടെയാണ്? കീർത്തിയെ കാണാൻ വരുണിന് കഴിയുമോ?